നിയമം നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മുന്തിയ വക്കീലന്മാര് സൗജന്യമായിട്ട് ഹാജരാകും. സൂപ്പർ, നന്നായി നന്നായി. സൗജന്യമായിട്ട് ഹാജരാകും. സേവനം അദ്ദേഹത്തിന് കൊടുക്കുന്ന സേവനം പോലെ ഞങ്ങൾക്കും അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടാവണ്ടേ? ഉണ്ടാവണില്ല. ഇതിന്റെ പുറകിലെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയാണ് ഞങ്ങൾക്കെല്ലാം ഫ്രീ ആണെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അദ്ദേഹം ഫ്രീ ആയിട്ട് നടത്തിക്കോട്ടെ. നമുക്കതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമം നടപ്പിലാക്കണമെന്നാണ് ഇവര് പറയുന്നത്. നിയമത്തിലെ ഇളവ് വേണമെന്നാണ്. ഇളവിന്റെ പിന്നിൽ കോടികളുടെ വരുമാനം ഉണ്ടെന്ന് വക്കീലന്മാർക്ക് അറിയാം. അതുകൊണ്ട് അതിന്റെ പകുതി ആദ്യം എടുക്കുന്നു പറയും. എന്റെ ഇഷ്ടം ഫ്രീ വക്കീൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നേ. ഏത് വക്കീല്? നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കുന്നില്ലേ? ഒരു വക്കീലിന്റെ പേര് കൊടുക്കും ഇവർക്ക്. വക്കീലിന്റെ പേര് വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. വേർപ്പിക്കരുത്. ഒന്ന് അടങ്ങിയ ഇപ്പൊ പറയും. എനിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലന്മാരുടെ പേരറിയണമെങ്കിൽ ഒരു പേര് കേക്കോ, ഫ്രീ ആയിട്ട് വരുന്നത് കേക്കോ. എനിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലിന്റെ പേരറിയണമെങ്കിൽ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള വിധിയുടെ ബാക്കില് വക്കീലന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഏത് വിധിയും പബ്ലിക് ഡൊമൈനില് കിട്ടുന്നതാണ്. അതെടുത്ത് നോക്കിയാൽ അങ്ങേക്ക് എനിക്ക് വേണ്ടി അതിനായിട്ട് എല്ലാ വക്കീലന്മാരുടെ പേരും ആയിക്കോട്ടെ. അതിന് രഹസ്യമൊന്നുമില്ല. എന്റെ വക്കീൽ ആരാന്ന് എനിക്ക് യാതൊരു രഹസ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, വെങ്കടാചലത്തിലെ പോലെ ഒരു 19 കേസ് അവർ കിട്ടിയാലേ അവരുടെ ആഫീസ് കൂട്ടി പോലെ കട അടച്ചിട്ട് കാര്യം ഒറ്റ പൈസ വരുമാനം ഉണ്ടോ? അവര് വേറെ കേസ് ബാധിക്കണ്ടാവൂലോ. അവര് പൈസ വേറെ കേസ് ബാധിക്കണ്ടാവും. ശരി, വെങ്കടാചലത്തിന് മറുപടി. കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 തൊട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ തൃശ്ശൂർ പൂരം മുടക്കാൻ വേണ്ടി എല്ലാവിധ പണിയും ഏതൊക്കെ രീതിയിൽ അത് മുടക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗിരീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി നെഗറ്റീവ് പബ്ലിസിറ്റി, അതായത് ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി, പൂരങ്ങളും ഉത്സവങ്ങളും മുടക്കുക എന്നുള്ള ഒരൊറ്റതേ ഉള്ളൂ. അല്ല, ഈ 10 വർഷവും 1 രൂപ ഫീസും വാങ്ങാതെ ഇത്രയും കോടി രൂപയുടെ കേസും വ്യവഹാരവും നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ഇതൊക്കെ അട്ടിമറിക്കാൻ നടക്കുന്ന ലോബി ഉണ്ടോ എന്ന് കാര്യമായ അന്വേഷണം തന്നെ നടക്കും. പോലീസ് അന്വേഷണത്തിന് പരാതി കൊടുക്കാൻ എന്താ? പോലീസ് അന്വേഷണം മാത്രം കൊണ്ട് നിൽക്കില്ല. സത്യം പറഞ്ഞത് NIA CBI അന്വേഷിക്കണം ഞാൻ പറയുന്നത്. ഇനി അടുത്ത കാര്യം, ലോകത്തിലെ എല്ലാ ആഘോഷങ്ങൾക്കും വെടിക്കെട്ടുണ്ട്. എല്ലാ ആഘോഷം എല്ലാ ലോകത്തില് നമ്മള് ഒളിമ്പിക്സ് നടക്കുമ്പോ വെടിക്കെട്ടില്ലേ? ഒളിമ്പിക്സ് നടത്തുമ്പോ വെടിക്കെട്ടില്ലേ? വേറെ ദുബായ് വെടിക്കെട്ടില്ലേ? ദുബായ് ഷോയില് വെടിക്കെട്ടില്ലേ? എല്ലാത്തിനും വെടിക്കെട്ട്. പക്ഷെ ആ രാജ്യങ്ങൾക്ക് ആ രാജ്യത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിലാണ് അവർ വെടിക്കെട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പരമ്പരാഗത രീതിയിൽ വെടിക്കെട്ടായിരുന്നു 2016 പുറ്റിങ്ങൽ അപകടം വരെ ഉണ്ടായിരുന്നത്. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷമാണ് ശിവകാശി പടക്കങ്ങൾ വാങ്ങി ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ പരമ്പരാഗത വെടിക്കെട്ട് എന്ന് പറയുന്നത് ഗുണ്ട്, കുഴിമിന്നൽ, അമിട്ടാണ്. ഭൂമി എന്താ പറയുക, കുഴി കുത്തി അതിനുശേഷം പൊട്ടിക്കണ്ടായിരുന്നു. എന്ന് ശിവകാശി പടക്കം വന്നോ അത് വെച്ചാൽ ഒരു പേപ്പർ സിലിണ്ടർ പോലെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതിന് അപകടം കൂടുതലാണ്. 2016 അപകടം കഴിഞ്ഞ ശേഷം 2017 AC മൊയ്തീൻ വ്യവസായ മന്ത്രിയായ സമയത്ത് തൃശ്ശൂര് തലപ്പള്ളി താലൂക്കില് 50 ഏക്കർ സ്ഥലത്ത് കേരളത്തിലെ വെടിക്കെട്ട് നിർമ്മാണശാല കൊണ്ടുവരാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് തുക വകയിരുത്തി. പക്ഷെ അവിടെ അങ്ങോട്ട് അതിന്റെ യാതൊരു പ്രൊസീജിയറും ഞാൻ ചോദിക്കുന്നത്, ഞാൻ സ്റ്റേറ്റ് ചോദിക്കുക, വെടിക്കെട്ട് അപകടം ഒരുപാട് നമ്മൾ പുറ്റിങ്ങലുണ്ട്. അതിനു മുമ്പ് പോരുവഴി മലനട ദുരന്തം ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ അങ്ങനെ എനിക്കൊന്ന് ഒരു 100 കൊല്ലത്തിനിടയിൽ കുറേ അധികം വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെങ്കടാചലത്തിനെ പോലെ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യർ ഈ നാട്ടിലുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വാസികൾ ഞാൻ മാത്രമല്ല, വിശ്വാസമില്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ട് ഉത്സവ ആചാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നവരോട് താങ്കൾ അതിശക്തമായി പറയുന്ന കാര്യം, വിശ്വാസികൾ മാത്രം അവിടെ വന്നാൽ മതി. അവിശ്വാസികൾ എന്തിനാ അവിടേക്ക് വരണേ? ക്ഷേത്രത്തിൽ വരണം, ഭഗവാന്റെ മുന്നിൽ തൊഴണം എന്നുള്ളത് ഒരു വിശ്വാസല്ലേ? ആ തൊഴാണ്ട് അവിടെ നിന്ന് അവന് വേറെ മാർഗങ്ങളുണ്ടല്ലോ, അവന് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ. അവരെവിടെയെങ്കിലും പോയി നിന്നോട്ടെ. അമ്പലത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആചാരങ്ങൾ പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ട് ചൂണ്ടിക്കാണിച്ച് സുരക്ഷയായി നടത്തുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.